വിശ്വാസിക്ക് പരീക്ഷണങ്ങൾ നിരന്തരമായി വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അയാൾ ഭൂമിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഒരു പാപവുമില്ലാത്ത പാപരഹിതനായി അയാൾക്ക് ജീവിച്ചു മരിച്ചു പോകാൻ കഴിയുന്നതാണ്. കാരണം പരീക്ഷണങ്ങൾ അയാളുടെ പാപങ്ങളെ മായ്ച്ചു കളയുന്നതാണ്. അതുകൊണ്ട് പരീക്ഷണങ്ങളെ ഭയപ്പെടേണ്ടതില്ല. മതത്തെ മുറുകെ പിടിക്കുക എന്നാണ് ഈ ഹദീസിലൂടെ പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അതിലൊരു വലിയ സന്തോഷ വാർത്ത ഉണ്ട്. സമൂഹം എത്രമാത്രം അധർമ്മങ്ങളിലേക്കും തോന്നിവാസങ്ങളിലേക്കും വൃത്തികേടുകളിലേക്കും പോയാലും ഗവൺമെന്റുകൾ അതിന്റെ സംവിധാനങ്ങളും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് തോന്നിവാസങ്ങളെ എത്രമാത്രം സമൂഹത്തിൽ അടിച്ചേൽപ്പിച്ചാലും ഞങ്ങളെ അതിന് കിട്ടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധാർമ്മികത മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് വലിയ സന്തോഷ വാർത്തയാണ് ഇതിലുള്ളത്. അവർക്ക് അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. പാപരഹിതരായി അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനുള്ള തൗഫീഖ് ഉണ്ടാകും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മറ്റൊരു സന്തോഷ വാർത്ത, കുതന്ത്രങ്ങൾ ആര് മെനഞ്ഞാലും അത് അവരിലേക്ക് തന്നെ തിരിച്ചു പോകും. അവർ ഖേദിക്കേണ്ടി വരുമെന്നാണ്. ഖുർആനിലെ 35-ാം അധ്യായം സൂറത്തു ഫാത്തിറിലെ 43-ൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലാ യഹീഖുൽ മക്റു സയ്യിഉ ഇല്ലാ ബി അഹ്ലി. മോശമായ തന്ത്രങ്ങൾ അതിന്റെ ആളുകളിലേക്ക് തിരിച്ചു പോകും. ഫഹൽ യൻളുറൂന ഇല്ലാ സുന്നത്തൽ അവ്വലീൻ. പൂർവികരുടെ നടപടിക്രമമല്ലാതെ എന്താണ് അവർ കാത്തിരിക്കുന്നത്? ഫലൻ തജിദ ലി സുന്നത്തില്ലാഹി തബ്ദീല വലൻ തജിദ ലി സുന്നത്തില്ലാഹി തഹ്വീല. അള്ളാഹുവിന്റെ നടപടിക്രമത്തിന് മാറ്റമോ ഏതെങ്കിലും നിലക്കുള്ള നീക്കുപോക്കുകളോ ഇല്ല എന്ന് പറഞ്ഞാൽ കുതന്ത്രങ്ങൾ ആരാണോ കൊണ്ടുവരുന്നത് ആ കുതന്ത്രങ്ങളെ അവരിലേക്ക് തന്നെ തിരിച്ചുവിടുക എന്നുള്ളത്